പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. പെങ്ങളെ അളിയനെ നീ പോയി കൂട്ടിക്കൊണ്ടുവന്നോ? വന്നാൽ എന്താ കുഴപ്പം? സാഗർ ഈ വീട്ടിലെ മരുമകനാ. എന്നിട്ട് ഞാൻ മലയ്ക്ക് പോയ ദിവസമാണ് സാഗർ ഇവിടേക്കൊന്ന് വന്നത്. അത് പാടില്ലല്ലോ. എനിക്കും മഹിക്കും അവകാശപ്പെട്ട ഈ വീട്ടില് ഇടയ്ക്ക് ഇവരിവിടെ വരികയും താമസിക്കുകയും ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇവനെ പോലെ ഒരുത്തരൊപ്പം താമസിക്കുന്നതിൽ നല്ലത് ഈ വീട്ടിൽ നിന്ന് ഞാനും അമ്മയൊക്കെ ഇറങ്ങി പോകുന്നതാ. പോകേണ്ടവർക്കൊക്കെ പോവാം. ആരും ആരെയും ഇവിടെ തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. അറിയാവടാ, നിന്റെ ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പേ അതെന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. കണ്ണേട്ടൻ പറഞ്ഞത് ശരിയല്ലേ? ഈ വീട്ടിലെ മരുമകനാണ് സാഗരേട്ടൻ. അങ്ങനെയുള്ള സാഗരേട്ടൻ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ എന്താ തെറ്റ്? എന്ന് മാത്രമല്ല, ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കണ്ണേട്ടന്റേതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങളൊക്കെ കണ്ണേട്ടന് എന്തെങ്കിലും ചെയ്യുമെന്ന് ലക്ഷ്മിയേടത്തേക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമുണ്ട്. അതുകൊണ്ടാ 1-2 ദിവസം ഇവിടെ നിൽക്കാന്ന് ഞങ്ങൾ കരുതിയത്. കണ്ണേട്ടനെയും അർഹതയില്ലാത്ത അധികാരങ്ങൾ നേടിയ ഒരുത്തേയും സോപ്പിട്ട് നീയെല്ലാം നേടിയല്ലോടി. നിനക്ക് നീ ആഗ്രഹിച്ചതിനപ്പുറം കിട്ടിയല്ലോ. അത് ശരിയാ. എന്റെ മോനെ ജോലിന്ന് പിരിച്ചുവിട്ടിട്ട് ഇവളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചല്ലോ ഒരുത്തി. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. സാഗറിനോടും ആ മാർക്കയോടും ലോപ്പസിനോടും ഒക്കെ ഞാൻ പലതവണ പറഞ്ഞതാ എന്റെ ഫിനാൻസിയേഴ്സിലോ മറ്റു കമ്പനിയിലോ ജോയിൻ ചെയ്യാൻ. എന്നിട്ട് സാഗർ മാത്രമല്ല, മറ്റു 2 ആളും അതിന് തയ്യാറായിട്ടില്ല. ജോലി വെച്ച് നീട്ടിയിട്ടും അത് വേണ്ടെന്നാ ഇവർ 3 ആളും പറഞ്ഞത്. എന്നുവെച്ചാ അർഹിക്കാത്തതല്ല, അർഹിക്കുന്നത് ആർക്കും കൊടുക്കാൻ ഞാനും മഹിയും തയ്യാറാ. എന്നാ കമ്പനിയും കുടുംബത്തെ നശിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത്തരക്കാരെ വെട്ടിമാറ്റാൻ ഞാൻ മഹിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പൂർണ്ണ അധികാരം അയാൾക്ക് കൊടുത്തിട്ടുമുണ്ട്. എന്തിനാ കമ്പനിന്ന് മാത്രമായിട്ട് വെട്ടിമാറ്റുന്നത്? ഞങ്ങളെ കഴുത്തുകൂടെ വെട്ടിമാറ്റിക്കൂടെ? അത് ശരിയാ. ഇങ്ങനൊരു വൃത്തികെട്ട തലയായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലതേ അതങ്ങ് വെട്ടിമാറ്റുന്നതാ. നീ വഴക്കിടാൻ തന്നെയാണോ ഇവളെ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾക്ക് കണ്ണൻ സാറിനൊപ്പം 1-2 ദിവസം താമസിക്കണമെന്നുണ്ട്. ചിലപ്പോൾ മഞ്ജുവിനോട് നിർത്തിയിട്ട് ഞാൻ ഇന്ന് തന്നെ പോയിന്നും വരും. അതെന്തിനാ അങ്ങനെ പോകുന്നേ? സാഗരേട്ടന് 1 ദിവസമെങ്കിലും താമസിച്ചിട്ട് പോയാൽ മതി. എന്റെ ഏട്ടനും ഏട്ടത്തിക്കും അവകാശപ്പെട്ട വീട്ടിലെ അവർക്ക് ഇഷ്ടപ്പെട്ടവരാ താമസിക്കേണ്ടത്. അല്ലാതെ അവരെ കൊല്ലാനായിട്ട് നശിപ്പിക്കാനായിട്ട് നടക്കുന്നവരല്ല. ഒരുത്തനുണ്ടല്ലോ, അമ്മയുടെ ആങ്ങളയുടെ മോൻ. അവൻ ഈ വീട്ടിനകത്ത് വരുമ്പോ നല്ല പട്ടുമത്തയല്ലേ അവൻ ഒരുക്കി കൊടുത്തോണ്ടിരുന്നത്. നാട് നീളെ കല്യാണവും കഴിച്ച് കുട്ടികളെയും ജനിപ്പിച്ച് നടക്കുന്നവന് ഈ വീട്ടിനകത്ത് വരുമ്പോ അയിത്തമില്ല. എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ടും അവന് 2 കൈ നീട്ടിയോ അമ്മ ഇയാളും ഒക്കെ സ്വീകരിക്കുന്നേ. എന്നിട്ട് എന്നെ ഇപ്പൊ പൊന്നു പോലെ നോക്കുന്ന സാഗരേട്ടൻ വരുമ്പോ അത് 2 ആൾക്ക് സഹിക്കുന്നില്ല അല്ലേ? സഹിക്കാത്തവരൊക്കെ മാറി എന്നോളം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. എന്നെ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാ ഇത്. അവിടെ ഞാൻ മരിക്കുന്നത് വരെ ഉണ്ടാവും. തല്ലി ഇറക്കിയാലും പോത്തില്ല. അത് തന്നെ എന്റെ തീരുമാനം. അതെ, നട്ടലുള്ള ആണുങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാവും. അതെ, എനിക്ക് നട്ടലില്ല. എന്റെ നട്ടലിന് ബലക്കുറവാ. പക്ഷേ 12ാമത്തെ വയസ്സ് മുതല് നട്ടലിന് ക്ഷതം പറ്റിയ നിന്റെ ഏട്ടനുണ്ടല്ലോ, നടു നിവർത്താൻ കഴിയുന്നില്ലെങ്കിലും തല നിവർത്തി പലതും പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും ഉത്തരം കിട്ടിക്കോളും. ആ ഉത്തരവാണ് ലക്ഷ്മിയെടുത്തി. കണ്ണേട്ടന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാ അങ്ങനൊരു ഭാര്യയെ കണ്ണേട്ടന് കിട്ടിയത്. ഇപ്പൊ കണ്ണേട്ടന് ഏട്ടത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതേ കണ്ണേട്ടന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ. ആയിക്കോട്ടെ, എല്ലാവരുടെ മനസ്സിനും വലിപ്പമുണ്ട്. മനസാക്ഷി ഇല്ലാത്തത് ഞങ്ങൾക്കൊക്കെ. ഇനി എന്തായാലും ഇവരുടെ ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
ഒരു കല്യാണത്തോടെ കണ്ണൻ എന്ന എൻ്റെ ഏട്ടനെ എനിക്ക് നഷ്ടപ്പെട്ടു. അവരെ കെട്ടിയതോടെ